എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഞാൻ സിറിലിൻ്റെ ബാച്ചിലൊരു അംഗമാണ്. സിറിൽ സെമിനാരിയിൽ ആദ്യത്തെ വർഷം ചേർന്ന അന്ന് മുതൽ എനിക്ക് സിറിലിനെ നന്നായിട്ട് അറിയാം. ഒറ്റവാക്കി പറയുവാണെങ്കിൽ നിഷ്കളങ്കനായൊരു മനുഷ്യനായിരുന്നു സിറിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആർക്കും എപ്പോൾ വേണേലും എന്ത് കാര്യത്തിനും ചെന്ന് ചോദിക്കാനും അതിനുള്ള സഹായം ഒരു മടിയും കൂടാതെ ചെയ്തു തരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കളങ്കവും നമുക്ക് കാണാൻ പറ്റാത്തൊരു മനുഷ്യൻ, ആർക്കും പറ്റിക്കാൻ പറ്റുന്നൊരു മനുഷ്യനായിരുന്നു. കാരണം എല്ലാവരെയും സിറിൽ വിശ്വസിക്കുമായിരുന്നു, ആർക്കും സിറിലിനെ പറ്റിക്കാൻ പറ്റുമായിരുന്നു. കാരണം കുറച്ചെങ്കിലും കള്ളത്തരം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ സിറിലിൻ്റെ ഉള്ളിൽ ഒട്ടും കള്ളത്തരമില്ലാത്തതുകൊണ്ട് പലപ്പോഴും പലരും അവനെ പറ്റിച്ചിട്ടുണ്ട്. അത് ചിലത് സീരിയസ് ആയിട്ടാവും, ചിലത് തമാശയായിട്ടാവാം. അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു സിറിൽ. ഒരുപക്ഷെ ഒത്തിരി ദൈവം അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാവാം ഭൂമിയിൽ അധികം നിർത്താതെ പെട്ടെന്ന് തിരിച്ച് ദൈവം തന്നിലേക്ക് തന്നെ സിറിലിനെ വിളിച്ചത്. ഏതായാലും സിറിലിൻ്റെ ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമായ ഒരു ജീവിതമാണ്. എങ്ങനെ യഥാർത്ഥത്തിൽ സന്യാസിയായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഈ 37 വർഷത്തെ ജീവിതം കൊണ്ട് സിറിൽ കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനപ്പുറത്തേക്ക് സിറിലിനോട് പ്രാർത്ഥിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സിറിലിൻ്റെ മാധ്യസ്ഥം അന്വേഷിച്ച് അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാനും അതുവഴി സിറിലിൻ്റെ മാധ്യസ്ഥം വഴി കുറേ കൂടി ദൈവത്തിലേക്ക് അടുക്കാനും ഉള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്ന് ഈ ദിവസം സിറിൽ നമ്മളിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് വേണ്ടി ഒരാൾ ദൈവത്തിൻ്റെ മുമ്പിലുണ്ടാവും. ആ ഒരു വിശ്വാസത്തോടെ സിറിലിനെ നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് യാത്രയാക്കാം.